മണ്ണാർക്കാട് വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിയെത്തിയവർക്ക് ആശ്വാസം പകർന്ന കരുതലും കൈത്താങ്ങും. മണ്ണാർക്കാട് താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ആകെ ലഭിച്ച പരാതികളിൽ 133 തീർപ്പാക്കിയതായി അധികൃതർ അറിയിച്ചു. ജില്ലയിലെ മന്ത്രിമാരായ എം.ബി. രാജേഷ്, കെ. കൃഷ്ണൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് MES കല്ലടി കോളേജ് ഓഡിറ്റോറിയത്തിലാണ് അദാലത്ത് നടത്തിയത്. 3 ഡെസ്കുകളാണ് പരാതി പരിഹാരത്തിനായി ക്രമീകരിച്ചിരുന്നത്. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ. കൃഷ്ണൻകുട്ടി, MLA-മാരായ N. ഷംസുദ്ദീൻ, കെ. ശാന്തകുമാരി, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി. പ്രീത എന്നിവർ ഒരു ഡെസ്കിലും, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.B. രാജേഷ്, നഗരസഭാ ചെയർമാൻ സി. മുഹമ്മദ് ബഷീർ, ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജ് എന്നിവർ മറ്റൊരു ഡെസ്കിലും പരാതികൾ സ്വീകരിച്ചു. കളക്ടർ ഡോക്ടർ S. ചിത്രയുടെ നേതൃത്വത്തിലും പരാതി സ്വീകരിച്ചു. മന്ത്രിമാർ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നടപടി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകി. കുമരംപുത്തൂർ വട്ടമ്പലം മുതൽ കുന്തിപ്പുഴ ഭാഗം വരെ ഡിവൈഡറുകളും നടപ്പാതകളും ഒരുക്കുക, കുന്തിപ്പുഴയോരത്തുള്ള ശ്മശാനഭൂമി സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുക, കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ കുമരംപുത്തൂർ LP സ്കൂളിന് മുന്നിൽ അപകടഭീതി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കുക, മണ്ണാർക്കാട് കോങ്ങാട് റോഡിൽ മുക്കണ്ണം ഭാഗത്ത് പ്രധാന റോഡിൽ നിന്നും സർവീസ് റോഡിലേക്കുള്ള താഴ്ച പരിഹരിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കുക തുടങ്ങി നിരവധി പരാതികളാണ് പൊതുജനങ്ങൾ സമർപ്പിച്ചത്. 394 പരാതികളാണ് ആകെ ലഭിച്ചത്. 166 നേരത്തെ ഓൺലൈൻ അക്ഷയ സെന്ററുകൾ എന്നിവ മുഖേന ലഭിച്ചതാണ്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം, കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ, ഡെപ്യൂട്ടി കളക്ടർ സച്ചിൻ കൃഷ്ണ, വിവിധ വകുപ്പുകളുടെ ജില്ലാതല താലൂക്ക് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അദാലത്തിൽ സംബന്ധിച്ചു. UTV ന്യൂസ്, പാലക്കാട്.